കബർ കുഴിച്ചിട്ട് 6 അടി താഴെയല്ലേ മുത്തുനിബിതങ്ങളുടെ ഭൂമിയിലുള്ളത്. അപ്പൊ നീ സലാം പറയേണ്ടത് പെരടി താഴ്ത്തി അവിടെ നിന്നിട്ട് സലാം പറയണം. അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. മോനെ, അവിടെ നിന്ന് ശബ്ദമുയർത്തരുത്. അവിടെ കിടന്ന് നീ തിരിഞ്ഞു നിന്നിട്ട് ഹബീബായ നിബിതങ്ങൾക്ക് സലാം പറയുന്ന സ്ഥലത്ത് നീ പുറംതിരിഞ്ഞു നിന്നിട്ട് മറ്റൊരുത്തനെ കൊണ്ട് ഫോട്ടോ എടുപ്പിക്കുകയാണ്. ഏതൊരു ദർബാറിലാണ് നീ നിൽക്കുന്നത്? ഏതൊരു നേതാവിന്റെ മുമ്പിലാണ് നീ നിൽക്കുന്നത്? അത് കളിക്കാനുള്ള സ്ഥലമല്ല, നിന്റെ തമാശക്കുള്ള സ്ഥലമല്ല, നിനക്ക് ഇഷ്ടം പോലെ വിനോദം കളിക്കാനുള്ള നേരമല്ല. അത് വളരെ ബഹുമാനത്തോടെ നിൽക്കേണ്ട സ്ഥലമാണ്. അൽഹംദുലില്ലാഹ്, നമ്മുടെ ICF-ന്റെ ഉംറ സംഘമുണ്ട്. അത് നിങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തണം. നിങ്ങളുടെ ഉംറയ്ക്ക് ആലിമീങ്ങളുടെ നേതൃത്വത്തിലാണ് പോകുന്നത്. എന്നാൽ ഏത് സംഘത്തിൽ പോയാലും എനിക്ക് പറയാനുള്ളത്, മദീനത്തെത്തുമ്പോ അവിടെ കിടക്കുന്ന രാജാവിന്റെ ബഹുമാനം, നേതാവിന്റെ ബഹുമാനം മനസ്സിൽ നിന്ന് പോകരുത് കേട്ടോ. ചില ആളുകൾ അവിടെ നിന്ന് ഫോട്ടോ എടുത്ത് ഉടനെ വാട്സപ്പിൽ വീട്ടിലെ ഭാര്യയ്ക്ക് അയക്കുന്നു, നാട്ടിലെ കൂട്ടുകാർക്ക് അയക്കുന്നു. എടോ, നേതാവിന്റെ മുമ്പിൽ നിനക്കൊന്നും പറയാനില്ലേ? വലിയ മഹത്വമുള്ള ആ സന്നിധാനത്തിൽ നീ നിന്റെ തമാശയും അശ്രദ്ധയും പാടില്ല. ഹബീബിലേക്ക് തന്നെ ചിന്തിച്ച് അവിടെ നിന്ന് കഴിയുന്നത്ര നേരം നീ സലാം പറഞ്ഞ് നേതാവിന്റെ ഭംഗി എവിടുന്ന് അറിഞ്ഞോ? അല്ലാഹുവേ, അതിനുള്ളൊരു മഹബത്ത് നിങ്ങൾക്ക് നൽകണേ റഹ്മാനേ. ഇന്ന് വളരെ വലിയൊരു വേദനയാണ്. അതാ നബിതങ്ങളുടെ മുവാജനത്തിൽ കിടന്ന് കളിക്കുന്നു, ക്യാമറ കൊണ്ട് ഓടുന്നു. ഇത് കണ്ട് പ്രായമുള്ളവരും ഇന്ന് കിട്ടിയ മൊബൈൽ കൊണ്ട് ഞെക്കുന്നു, പുറത്തിറങ്ങിയിട്ട് ഓടിക്കളിക്കുന്നു. ഇതാരുടെ സന്നിധാനമാണ്? അതുകൊണ്ട് എന്റെ സദസ്സിലുള്ള മുഴുവൻ മുഅ്മിനീങ്ങളോട് ഞാൻ പറയുന്നു, ഇനി നിങ്ങൾ മദീനയിലെത്തും. അല്ലാഹു നമ്മളെ എല്ലാം ഒരുപാട് തവണ എത്തിച്ചു തരട്ടെ. അങ്ങനെ എത്തുമ്പോ അവിടുത്തെ മുവാജത്തിൽ ചെന്ന് വിനയത്തോടെ പെരടി താഴ്ത്തി താഴോട്ട് നോക്കി നബിതങ്ങൾ കിടക്കുന്ന മുവാജഹത്തിലേക്ക് തിരിഞ്ഞു നിന്ന് അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് സലാം പറയുമ്പോ കഅന്നഹു ഹയ്യുൻ നാതിഖുൻ അല്ലാഹ്, അവിടുന്ന് ഖബറിന്റെ ഉള്ളിൽ ജീവിക്കുകയാണ്, നമ്മളെ അറിയുകയാണ്, കാണുകയാണ്, സലാം കേൾക്കുകയാണ്. മടക്കാൻ അധികാരമുള്ളവരാണ്, മടക്കുന്നത് കേൾക്കുന്നത് ചില ആളുകളെ ഉള്ളൂ. അല്ലാഹ്, ഒരു തവണയെങ്കിലും അത് കേൾക്കാനുള്ള ഭാഗ്യം തരണേ റബ്ബേ. പിന്നെ ഞങ്ങൾക്ക് ജീവിതം വേണമെന്നില്ല. ആ ഹബീബിന്റെ സലാം മടക്കുന്നത് ഒന്ന് കേട്ടുകൊണ്ട് മുത്തുനിബിതങ്ങളുടെ തിരുമുഖം കണ്ട് നിന്റെ ലിഖാഇന് പറ്റുന്ന മരണം സാധുക്കളായ ഞങ്ങൾക്ക് തരണേ റഹ്മാനേ. എന്റെ ഉമ്മപെങ്ങന്മാരെ, മദീനത്തെ പള്ളിയിൽ നിങ്ങൾ ചെല്ലുമ്പോ മുത്തുനിബിതങ്ങളുടെ സലാം പറയാൻ കയറുമ്പോ സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് എന്തൊരു നിലവിളിയാണ്, എന്തൊരു കൂക്കും വിളിയുമാണ്, ബഹളവുമാണ്. നിങ്ങൾക്കൊരുപക്ഷേ അങ്ങ് റൗദയിലേക്ക് എത്താൻ കഴിഞ്ഞില്ലെങ്കിലും അതവ് നിങ്ങൾ വിട്ടുപോകരുത് കേട്ടോ. ഇടിച്ചു കയറിയിട്ട് പോകലല്ല ഇബാദത്ത്. ഒരാളിങ്ങനെ ആഗ്രഹിച്ചു നിന്നു കിട്ടിയില്ല. ചിലത് ചെയ്യാതിരിക്കൽ പുണ്യമായി വരാറുണ്ട്. ഹജറുൽ അസ്വദ് മുത്തൽ പുണ്യമാണ്, പക്ഷേ അന്യപുരുഷന്മാരെ ചവിട്ടി മരിച്ചിട്ട് ചെയ്യാൻ പാടില്ല. ആ ചെയ്യുന്നത് ഹറാമാണ്. ഔറത്ത് തുറന്നിട്ടിട്ട് പോകൽ ഹറാമാണ്. ചില സഹോദരിമാരൊക്കെ ഹജറുൽ അസ്വദ് മുത്തി വരുമ്പോ മക്കനെ ഉണ്ടാകൂല,
ആകെ പുരുഷന്മാരുടെ ഇടയിൽ കിടന്ന് ഇടിയും തൊഴിയും ഒക്കെ കൊണ്ട് ഞെങ്ങി മറിഞ്ഞിട്ട് പുറത്തേക്ക് വരുന്നു. അങ്ങനെ മുത്താൻ ഇസ്ലാം പറഞ്ഞിട്ടില്ല, അങ്ങനെ തൊടാൻ ഇസ്ലാം പറഞ്ഞിട്ടില്ല. ആയിഷ റളിയല്ലാഹു അൻഹ തവാഫ് കഴിഞ്ഞിട്ട് ഹജറുൽ അസ്വദ് മുത്താതെ നടക്കുമ്പോൾ ചോദിച്ചു, എന്തേ ബീവി ഉമ്മ അങ്ങ് മടങ്ങിപ്പോരുന്നത്? അവിടെ പുരുഷന്മാരുടെ തിരക്കുണ്ട്, അതുകൊണ്ട് വേണ്ട എന്ന് പറഞ്ഞിട്ടല്ലേ ആയിഷ ബീവി മുത്താതെ പോന്നത്. ഇനി ഒന്നുകൂടി കേട്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ കിടക്കുന്നുണ്ട്. ഒന്ന് പ്രിയപ്പെട്ട ഉപ്പയാണ്, അതിന്റെ അപ്പുറത്ത് പ്രിയപ്പെട്ട ഭർത്താവെന്ന് മാത്രമല്ല ലോകത്തെ ഏറ്റവും വലിയ നേതാവാണ്. സ്വർഗത്തിലേക്ക് ആദ്യം കിടക്കുന്ന നേതാവാണ്, അതുപോലെ സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്ന നേതാവാണ്. ആ നേതാവിന്റെയും പ്രിയപ്പെട്ട ഉപ്പാന്റെയും അടുത്തുള്ള ഖബറ് ആയിഷ ബീവിക്ക് അവകാശമുള്ള സ്ഥലമാണ്. ആര് ചോദിച്ചാലും കൊടുത്തില്ലെങ്കിൽ അവകാശം പറഞ്ഞു വരാൻ പറ്റാത്ത സ്ഥലമാണ്. അപ്പോഴാണ് ഉമർ ബിൻ ഖത്താബ് തങ്ങൾ ചോദിക്കുന്നു, അല്ലയോ ഉമ്മ, ആ ഖബറിന്റെ സ്ഥലം എനിക്ക് തരുമോ? അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ ചിന്തിച്ചത്, എനിക്ക് വേണ്ട സ്ഥലമാണ്, എനിക്ക് പ്രിയപ്പെട്ട സ്ഥലമാണ്. പക്ഷേ നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ ചെല്ലുമ്പോ എന്റെ പ്രിയപ്പെട്ട നേതാവും പ്രിയപ്പെട്ട ഭർത്താവുമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, എന്തേ മോളെ ആയിഷ, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനായ ഉമർ ബിൻ ഖത്താബ് ചോദിച്ചിട്ട് ആ സ്ഥലം കൊടുക്കാഞ്ഞതെന്താണ് എന്നെങ്ങാനും റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു പോയാൽ എന്ന നിലക്കല്ലേ ആയിഷ ബീവി ഒരിഷ്ടത്തിന് വേണ്ടി മറ്റൊരിഷ്ടം മാറ്റിവെച്ചത്? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. മാലിക് ഇമാം തങ്ങൾ പീഡിപ്പിക്കപ്പെട്ടു, തല്ലിച്ചതയ്ക്കപ്പെട്ടു, അവിടുന്ന് ശരീരം മുഴുവനും മുറിവേറ്റ് പോയി, ചാട്ടവാറുകൊണ്ട് അടികൊണ്ടുപോയി. ഭരണാധികാരി വന്നിട്ട് പറഞ്ഞു, നിങ്ങളെ തല്ലിയ ആളോട് പ്രതികാരം ചോദിച്ചോ? ആയിഷ റളിയല്ലാഹു ബഹുമാനപ്പെട്ട മാലിക് ഇമാം തങ്ങൾ പറഞ്ഞു, എനിക്ക് പ്രതികാരമെടുക്കാൻ നിയമമുണ്ട്, ഇസ്ലാമിക നിയമപ്രകാരം എനിക്ക് പ്രതികാരം ചോദിക്കാം. പക്ഷേ ആ ഗവർണർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബവുമായി ഒരു ബന്ധമുണ്ട്. നാളെ പരലോകത്ത് വരുമ്പോൾ, അല്ല മാലികേ, എന്റെ കുടുംബത്തിൽ ഒരു കുട്ടി തെറ്റു ചെയ്തപ്പോ നിങ്ങൾ പ്രതികാരം ചോദിച്ചു കളഞ്ഞല്ലോ എന്നെങ്ങാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു പോയാൽ അതെനിക്ക് സഹിക്കുന്നില്ല. അതുകൊണ്ട് പ്രതികാരം വേണ്ട, അതുകൊണ്ട് പ്രതികാരം വേണ്ട. ഇതല്ലേ മഹാനായ മാലിക് ഇമാം തങ്ങൾ തിരഞ്ഞെടുത്തത്. അതുപോലെ എന്റെ ഉമ്മമാരോട് പറയുന്നു, പെങ്ങന്മാരോട് പറയുന്നു, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് സലാം പറയാൻ വേണ്ടി കിട്ടുന്ന അവസരത്തിൽ പോകണം. അകത്തിരുന്നിട്ട് നിങ്ങൾ തല്ലും പിടിയും ഉണ്ടാക്കരുത്, ബഹളമുണ്ടാക്കരുത്, ഒച്ചപ്പാടുണ്ടാക്കരുത്. അവിടെ ശബ്ദമുയർത്താൻ പാടില്ല. ശബ്ദമുയർത്തിയാൽ അമലുകൾ പൊളിഞ്ഞു പോകുന്നതാണ്. കൂക്കും വിളിയും ഉണ്ടാക്കിയാൽ അമല് പൊളിഞ്ഞു പോകുന്നതാണ്. ആരുടെ ദർബാറാണ്, ആരുടെ പള്ളിയാണ്? ലോകത്തിന്റെ നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ കിടക്കുന്നത്. അതുകൊണ്ട് ഉമ്മതങ്ങന്മാരെ, നിങ്ങൾ പോയി നോക്കണം, കിട്ടുന്ന അവസരം ഉപയോഗപ്പെടുത്തണം. പക്ഷേ അവിടെ വെച്ച് ഹബീബായ നബി തങ്ങളുടെ ബഹുമാനത്തിന് നിരക്കാത്ത ഒരു കാര്യവും ചെയ്യാൻ പാടില്ല. ചില സമയത്തൊക്കെ ചില ഹജ്ജുമ്മമാരുണ്ട്, ഞാൻ 5 വട്ടം ഹജറുൽ അസ്വദ് മുത്തി, 10 വട്ടം ഞാൻ മുത്തി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കുന്നത് കാണാം. അങ്ങനെയുള്ള സാഹസം പറയാൻ നിങ്ങൾ വരേണ്ടതില്ല. അതിന് എത്ര വലിയ അലാവുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് കാത്തുനിന്ന് കിട്ടിയാൽ മുത്തണം, അത് പുണ്യമാണ്. അതിന്റെ പേരിൽ നിയമങ്ങളൊന്നും ലംഘിച്ചുകൂടാ, ഹറാമുകളൊന്നും വന്നുകൂടാ. ദീന ഉള്ളതുപോലെയല്ലേ പറയാൻ പറ്റൂ.
നിങ്ങൾക്ക് വേണ്ടി മാറ്റിമറിക്കാൻ കഴിയില്ല. അല്ലാഹു ആകുന്ന ജല്ല ജലാലിന്റെ നിയമമാണ് പരിശുദ്ധമായ ഇസ്ലാം. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു തന്നതാണ് ഇസ്ലാം. അതാരുടെയും താല്പര്യത്തിന് മാറ്റിമറിച്ചുകൂടാ, അതാരുടെയും ഇഷ്ടത്തിന് നിയമം മാറ്റിക്കൂടാ, ആരെയും സുഖിപ്പിക്കാൻ മൗനം ദീക്ഷിച്ചുകൂടാ. ഖാലിഖായ റബ്ബിന്റെ കോടതിയിൽ എല്ലാ അലിമീങ്ങളും വരും, അവരുടെ സേവനം ചെയ്ത മുതഅല്ലിമീങ്ങളും വരും. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഞങ്ങൾ പേരെടുത്ത് എണ്ണി പറയുന്ന ഇമാമുകളുടെ പിന്നിൽ ഞങ്ങളെ ഒന്ന് കൂട്ടിത്തരണം റഹ്മാനേ. ഈ മാസം ഞങ്ങൾ ഓർക്കുന്ന മഹാനാണ് ഇമാമുൻ നബവി റഹിമഹുല്ലാഹ്. ഒരു കറാഹത്ത് പോലും വരാത്ത ഇമാമാണ്. പേര് പറയാൻ പോലും ഞങ്ങൾക്ക് അർഹതയില്ല. ആ ഇമാം അവരുടെ ബർക്കത്ത് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്.